കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തെ ഒന്നാകെ ആശങ്കപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം ആവേശത്തിലുമാഴ്ത്തിയിരുന്ന പോരാട്ടമായിരുന്നു പെരിന്തൽമണ്ണയിൽ നടന്നത്. അവസാന വോട്ട് എണ്ണുന്നതുവരെ ആ ആവേശം നിലനിന്നിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം അവിടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ ഭൂരിപക്ഷം എന്നത് കേവലം 38 വോട്ടുകൾ മാത്രമായിരുന്നു എന്നതാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തെ നേരിടാൻ LDF ആരെയാണ് കളത്തിൽ ഇറക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അങ്ങനെ നജീബ് കാന്തപുരം എന്ന നിലവിലെ MLAയെ നിസാര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം ജയിച്ച MLAയെ നേരിടാൻ ഇത്തവണ കഴിഞ്ഞ തവണത്തെ അതേ സ്ഥാനാർത്ഥിയെ തന്നെ, അതായത് KPM മുസ്തഫയെ തന്നെ വീണ്ടും കളത്തിൽ ഇറക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി വീറുറ്റ പോരാട്ടം ആയിരുന്നു KPM മുസ്തഫയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് KPM മുസ്തഫ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ല എന്ന് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇടത് സ്വതന്ത്രൻ മത്സര സാധ്യത തള്ളിക്കളയുന്ന സാഹചര്യത്തിൽ ഇനി ആരൊക്കെയാണ് അവിടെ മത്സര രംഗത്തേക്ക് എത്താൻ സാധ്യത എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2 പേരുകൾ ആണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അതിൽ ഒരു പേര് എന്നത് V ശശികുമാറിൻ്റെതാണ്, മറ്റൊരു പേര് K ശ്യാമപ്രസാദിൻ്റേത് കൂടിയാണ്. DYFയുടെ ജില്ലാ സെക്രട്ടറിയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നേതൃത്വം നൽകിയതും ശ്യാം പ്രസാദ് തന്നെയാണ്. 2011-ലും 2016-ലും V ശശികുമാർ ആയിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. പക്ഷേ വിജയിക്കാൻ പറ്റാത്ത സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത് എന്നതാണ് എടുത്ത് പറയേണ്ടത്. എന്തായാലും നമുക്ക് ആ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക്, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഈ 2 പേരുകൾ, ശ്യാം പ്രസാദിൻ്റെയും ശശികുമാറിൻ്റെയും പേരുകൾക്ക് തന്നെയാണ് മുൻഗണന. എന്തുകൊണ്ട് അവരിലേക്ക് എത്തുന്നു? ആ വിശദാംശങ്ങളാണ് അനുമോദ് പങ്കുവയ്ക്കുക. അനുമോദ്, ഇപ്പോൾ 2 പേരുകൾ പ്രധാനമായും പരിഗണിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ച ഇടത് സ്വതന്ത്രൻ പൂർണ്ണമായും ഉറപ്പിക്കുകയാണോ മത്സരത്തിനില്ല എന്ന്? എന്താണ് പശ്ചാത്തലം? അഭിലാഷ്, പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലം ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അല്പം വേരുറപ്പുള്ള പഞ്ചായത്തുകളും ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷത്തിന് ആ ഒരു മേൽക്കൈ കൈവരിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് വസ്തുത. 2006-ന് ശേഷം ഇവിടെ ഇടതുപക്ഷത്തിന് വിജയിക്കാനായിട്ടില്ല. അന്ന് V ശശികുമാർ ആയിരുന്നു ഇവിടെ വിജയിച്ച് MLA ആയത്. അതിനുശേഷം രാഷ്ട്രീയമായിട്ട് മഞ്ഞലാംകുഴിയേലി ഇടതുപക്ഷത്തും വലതുപക്ഷത്തേക്ക് മാറുകയും അദ്ദേഹം തന്നെ പെരിന്തൽമണ്ണയിൽ 2 തവണ മത്സരിക്കുകയും അദ്ദേഹത്തോട് എതിരാടിയ V ശശികുമാർ 2 തവണയും പരാജയപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ തവണ ശശികുമാറിന് പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മുഹമ്മദ് മുസ്തഫ, KPM മുസ്തഫയെ ഇടതുപക്ഷം കൊണ്ടുവന്നു. അദ്ദേഹം മുൻ ലീഗ് നേതാവാണ്, മലപ്പുറം നഗരസഭ മുൻ ചെയർമാനാണ്, ലീഗ് പശ്ചാത്തലമുള്ള വലിയ കുടുംബാംഗങ്ങളുള്ള വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ 38 വോട്ടിനാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് നിയമപരമായിട്ടുള്ള ഒട്ടേറെ പോരാട്ടങ്ങൾ. ബാലറ്റ് വോട്ടുകൾ വീണ്ടും എണ്ണണമെന്ന ആവശ്യവും ബാലറ്റ് പേപ്പറുകൾ കാണാതായ വിവാദവും ഒക്കെ നമ്മൾ കണ്ടതാണ്. തുടർന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ ഈ ഒരു കേസ് എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ നജീബ് കാന്തപുരം അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് തുടരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു ചരിത്രം കൂടി ഇതിലുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് വേണം നമ്മൾ വിഷയത്തിലേക്ക് വരുവാൻ. നിലവിൽ മുസ്തഫയ്ക്ക് സമ്മർദ്ദമുണ്ട് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് വീണ്ടും മത്സരിക്കാൻ എന്നതൊരു വസ്തുത തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ പരിശോധിച്ചാൽ അദ്ദേഹം നജീബ് കാന്തപുരത്തിനെതിരെ നിശ്ചിത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പല പോസ്റ്റുകളും അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ വികസനം ഒന്നും നടക്കുന്നില്ല, വെറും കല്യാണ വീടുകളിൽ പോവും, റെയിൽ നിർമ്മിക്കലും മാത്രമാണ് നജീബ് കാന്തപുരം ചെയ്യുന്നത്. എണ്ണിപ്പറയാവുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ നിശ്ചിത ഭാഷയിൽ തന്നെ, രൂക്ഷ ഭാഷയിൽ തന്നെ കുറിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആദ്യം തന്നെ ഞാൻ മത്സരിക്കാനില്ല എന്ന ഒരു മുഖവുരയോടെയാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമാണ്, നമുക്കൊന്നും കണക്കാക്കാനും കഴിയില്ല. നിലവിലെ സാഹചര്യത്തിൽ ഒരുപക്ഷെ സമ്മർദ്ദം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. മത്സരിക്കാനില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. നാളെ എന്താകുമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാനില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കില്ല എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മറുവശത്ത് അങ്ങനെയാണെങ്കിൽ മറ്റാര് മത്സരിക്കുമെന്ന ചോദ്യമാണ് വരുന്നത്. പെരിന്തൽമണ്ണയിൽ അടിത്തറയുള്ള ജനകീയനായ നേതാവാണ് V ശശികുമാർ. പെരിന്തൽമണ്ണയിലെ MLA ആയിരുന്നു 2006 മുതൽ 2011 വരെ. അതിനുശേഷം അദ്ദേഹത്തിന് വിജയിക്കാനായി പക്ഷേ 2 തവണയും
നേരിയ രണ്ടാമത്തെ തവണ 579 വോട്ടിനൊക്കെയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അതായത് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് അദ്ദേഹത്തിന് ജയം നഷ്ടമാവുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റിൽ പെരിന്തൽമണ്ണയുടെ ചുമതലയുള്ള നേതാവ് കൂടിയാണ് വി ശശികുമാർ. അദ്ദേഹം വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത പാർട്ടി തള്ളിക്കളയുന്നില്ല. പക്ഷേ ഒരു വലിയൊരു വിഭാഗം കഴിഞ്ഞ തവണത്തെ മുഹമ്മദ് മുസഫയുടെ തോൽവിയുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണയിലെ പാർട്ടി നേതാക്കൾക്കെതിരെ നിലപാടെടുക്കുകയും ശശികുമാറിന് എതിരെ അടക്കം നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ആ ഒരു ചരിത്രം കൂടി അവിടെ നിലനിൽക്കെ ശശികുമാറിന് പകരം അല്ലെങ്കിൽ ശശികുമാർ അല്ലെങ്കിൽ മറ്റാരെ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ശ്യാം പ്രസാദിന്റെ പേര് ഉയർന്നു വരുന്നത്. അദ്ദേഹം പെരിന്തൽമണ്ണ മണ്ഡലം സ്വദേശിയാണ്. മാത്രമല്ല യുവ നേതാവാണ്. മണ്ഡലത്തിൽ മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന വികസന ജാഥയുടെ നായകൻ കൂടിയാണ് അദ്ദേഹം. അങ്ങനെ ശ്യാമപ്രസാദിന്റെ പേരും ഈ ഘട്ടത്തിൽ സജീവ ചർച്ചയിലുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറം സ്വതന്ത്ര സാധ്യതകൾ വീണ്ടും ഇവിടെ ഉപയോഗപ്പെടുത്താനാണ് ഇടതുപക്ഷം കാര്യമായിട്ട് ആലോചിക്കുന്നത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള അന്തരം 6000-7000 വോട്ടിന്റേതാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. തീർച്ചയായും ആ കണക്ക് കുറച്ചുകൂടി ആധികാരികമായി തന്നെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യം കൂടി അനുമോദ് വിശദീകരിക്കുകയും ചെയ്യും. ഞാൻ ആ ഡേറ്റയിലേക്ക് പോകുമ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് അനുമോദ് സൂചിപ്പിച്ചതുപോലെ കോടതി കയറിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരുന്നു എന്നുള്ളതാണ്. എന്തായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരം UDF-ന്റെ സ്ഥാനാർത്ഥിയായി, ലീഗിന്റെ സ്ഥാനാർത്ഥിയായി എത്തിയ നജീബ് കാന്തപുരം 76,530 വോട്ടുകൾ ആണ് നേടിയത് എങ്കിൽ KPM മുസ്തഫ, അദ്ദേഹമായിരുന്നു ഇടത് സ്വതന്ത്രനായി മത്സരിച്ചത്, 76,492 വോട്ടുകൾ നേടി എന്നുള്ളതാണ്. സുചിത്ര മട്ടടയായിരുന്നു അവിടെ NDAയുടെ സ്ഥാനാർത്ഥി. പക്ഷേ കാര്യമായ നേട്ടം ഒന്നും ഉണ്ടായില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. 8000-ൽ ശിഷ്ടം വോട്ടുകൾ ആണ് ലഭിച്ചത്. ഇവിടെയാണ് കേവലം 38 വോട്ടുകൾ കൊണ്ട് UDF-ന് പെരിന്തൽമണ്ണ മണ്ഡലം നിലനിർത്താൻ സാധിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുകയും പൊതുവെ ഒരു ഇടത് അനുകൂലമാകുന്ന തരംഗമുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇപ്പോൾ എന്താണ് പെരിന്തൽമണ്ണയുടെ ഒരു സാഹചര്യം എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആണ് നമ്മൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ഡേറ്റ, അതായത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിവരമാണ്. അവിടെ ഈ കണക്കുകളിൽ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. UDF 96,000-ലധികം വോട്ടുകൾ നേടുന്നു. 96,206 വോട്ടുകൾ ആണ് UDF-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ എന്ന നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നഗരസഭ പഞ്ചായത്തുകളുടെ വോട്ട് കണക്കാണ് ഈ കാണിക്കുന്നത്. LDF-ന് ഇതേ മേഖലയിൽ നിന്ന് നേടാൻ സാധിച്ചത് 79,379 വോട്ടുകൾ ആണ്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് വലിയൊരു അപ്രമാദിത്വം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കരസ്ഥമാക്കി എന്നുള്ളതാണ്. ഇത് എടുത്തു പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതെന്ത് എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. കാരണം ഈ പെരിന്തൽമണ്ണ എന്നത് UDF-ന്റെ MLA ആണ് എങ്കിൽ പോലും അവിടെ നഗരസഭാ ഭരണം അടക്കം മേൽക്കൈ പുലർത്തിയിരുന്നത് ഇടത് പക്ഷം ആയിരുന്നു എന്നുള്ളതാണ്. എങ്കിൽ ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളും നഗരസഭയും തൂത്തുവാരി UDF എന്നുള്ളതാണ്. അതിലെടുത്തു പറയേണ്ടത് പെരിന്തൽമണ്ണ നഗരസഭയാണ്. ആ നഗരസഭ തൂത്തുവാരി എന്നതിനോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകൾ, പുലാമന്തോൾ, ഏലംകുളം, താഴേക്കോട് എന്നിങ്ങനെയുള്ള പഞ്ചായത്തുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകൾ കൂടിയുണ്ട്. മേലാറ്റൂർ, ആലിപ്പറമ്പ്, വെട്ടത്തൂർ. ഇതിൽ ആലിപ്പറമ്പും വെട്ടത്തൂരും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ അടക്കം തിരിച്ചുപിടിക്കുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് മുഴുവൻ പഞ്ചായത്തുകളിലും ഒപ്പം നഗരസഭയിലും ഇപ്പോൾ UDF ആണ് മേൽക്കൈ നേടിയിരിക്കുന്നത് എന്നതാണ്. അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കോടതി കൂടി കയറിയതാണ് എങ്കിൽ പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 17,000 വോട്ടാണ് ഇപ്പോൾ UDF-ന് അധികമായി ലഭിച്ചിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പെരിന്തൽമണ്ണ നഗരസഭ, പുലാമന്തോൾ, ഏലംകുളം, താഴേക്കോട്, മേലാറ്റൂർ എന്നിവിടങ്ങളിൽ LDF-ൽ നിന്ന് UDF ഭരണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആലിപ്പറമ്പും വെട്ടത്തൂരും മാത്രമായിരുന്നു ഇതിനു മുമ്പ് UDF-ന്റെ കൈകളിൽ ഉണ്ടായിരുന്നത് എന്നതാണ് എടുത്ത് പറയേണ്ടത്. ഇനിയിപ്പോൾ വാർഡുകൾ ആകെ പരിശോധിച്ചാൽ പോലും 163 വാർഡുകളിൽ 102 വാർഡുകളിലും UDF സഖ്യം ആണ് വിജയിച്ചിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ UDF വലിയ മേൽക്കൈ നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഈ പെരിന്തൽമണ്ണ കടന്നു പോകുന്നത്. പക്ഷേ അനുമോദ്, പലപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്
പാർലമെൻറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിലൊക്കെ പലപ്പോഴും ചിത്രങ്ങൾ മാറി മറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 17,000 വോട്ടുകളുടെ UDFിൻ്റെ മേൽക്കൈ അത് നിലനിർത്താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സാധിക്കുമെന്നാണോ UDFിൻ്റെ പ്രതീക്ഷ? അത്രയും വോട്ട് മറികടന്നാലാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ സാധിക്കുകയുമുള്ളൂ. അഭിലാഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ട് തരത്തിലുള്ള പാറ്റേൺ വോട്ടിംഗ് ആണ് നടക്കുന്നത്. നമ്മളത് കൃത്യമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും കാണുന്നതാണ്. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ UDFിന് തൂത്തുവാരുന്ന സാഹചര്യമായിരുന്നു പെരുന്തൽമണ്ണ. അതിന്റെ കണക്കൊക്കെ അഭിലാഷ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇവിടെ LDF പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യം, പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നേരിയ വ്യത്യാസത്തിനാണ് കൈവിട്ടത്. പെരിന്തൽമണ്ണ പുലാമന്തോളൊക്കെ ഒരു സീറ്റിന്റെ മെജോറിറ്റിയാണ് ഇവിടെ UDFിനുള്ളത്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ നഗരസഭയിൽ തന്നെ പല വാർഡുകളും 50-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് അവർക്ക് നഷ്ടമായിട്ടുള്ളത്. ഇത്തരത്തിൽ ചില കണക്കുകൾ ആണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ 17,000-ന്റെ വ്യത്യാസം എന്ന ആ ഒരു മാർജിൻ, അതാണ് ഇവിടെ LDFിനെ സംബന്ധിച്ച് തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ പെരുന്തൽമണ്ണ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ കണക്ക് പ്രകാരം 6,000-നും 7,000-നും ഇടയ്ക്കാണ് വോട്ട് വ്യത്യാസം. അത്രയും വോട്ട് LDFിന് കുറവാണ് UDFിനെ സംബന്ധിച്ച്. ഈ 7,000 വോട്ട് സ്വന്തം നിലയിൽ നേടാൻ കഴിയുന്ന സ്വതന്ത്രരെയാണ് ഇവിടെ പരീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു സാഹചര്യം ഇത്തവണ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. 7,000-ൽ നിന്ന് 17,000-ലേക്ക് ആ വ്യത്യാസം മാറുമ്പോൾ ഇവിടെ വിജയിച്ചു കയറുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളിലൂടെയൊക്കെ ഇറങ്ങാൻ മടിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് മലപ്പുറം ജില്ലയുടെ സ്വഭാവം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷം ഇവിടെ വിജയം കണ്ടിട്ടുള്ളത്, പൊന്നാനി ഒഴികെ മറ്റെല്ലായിടത്തും വിജയം കണ്ടിട്ടുള്ളത് സ്വതന്ത്ര പരീക്ഷണം നടത്തിയാണ്. അതിൽ ഈ സ്വതന്ത്ര പരീക്ഷണം കഴിഞ്ഞ തവണ അൻവർ മാറുന്നതിന് മുൻപ് വരെ PV അൻവറും P. അബ്ദുറഹ്മാനും KT ജലീലും ഒക്കെ അത്തരത്തിൽ UDFിന്റെ ഭാഗമായി നിന്ന് ഇടതുപക്ഷത്തെത്തി ആ വിജയം നേടിയവരാണ്. മുസ്തഫയും ആ ഒരു പട്ടികയിലേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷെ 38 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. പക്ഷേ ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഇവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് ചില തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. മാത്രമല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആരും ഈ ഒരു വലിയ റിസ്കിന് തയ്യാറാകുമോ എന്ന ചോദ്യം ആ ഒരു ഘട്ടത്തിലാണ് ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതകൾ ഉള്ളത്. എന്താണെങ്കിലും സ്വതന്ത്രരാണ് പ്രഥമ പരിഗണനയിലുള്ളത് പാർട്ടിക്ക്, അത് തർക്കമൊന്നുമില്ല. പക്ഷേ അത്തരത്തിലൊരു സ്വതന്ത്രനെ കിട്ടിയില്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെയായിരിക്കും മത്സരിക്കുക. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ അത് അവസാന ഘട്ടത്തിൽ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും പ്രതിഫലിക്കുന്നത് കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ പെരിന്തൽമണ്ണയിൽ എന്ത് ചലനം ഉണ്ടാക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, 38 വോട്ടിന് വിജയിച്ച് നജീബ് കാന്തപുരം ഇന്ന് പെരിന്തൽമണ്ണയിലെ UDFിന്റെ വീരനായകനാണ്. കാരണം 30 വർഷമായി കിട്ടാത്ത പെരിന്തൽമണ്ണ നഗരസഭയും പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും നഗരസഭ അടക്കം എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വിജയം നേടാൻ സഹായിച്ചത് നജീബ് കാന്തപുരത്തിന്റെ പ്രവർത്തനമാണെന്ന് UDFുകാരൊക്കെ ഒറ്റക്കെട്ടായി പറയുന്നുണ്ട്. പെരിന്തൽമണ്ണയിലെ ലീഗിൽ തന്നെയുള്ള 2 അണികൾ തമ്മിലുള്ള പ്രശ്നമാണ് എല്ലാ തവണയും ഇവിടെ തിരിച്ചടിയാകാറുള്ളത്. അതിനെയൊക്കെ മറികടക്കാൻ നജീബ് കാന്തപുരത്തിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു അനുമതി, ഈ അടുത്ത കാലത്ത് നിയമസഭയിലുണ്ടായ ചില പരാമർശങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പരാമർശമടക്കമൊക്കെ കൃത്യമായി ഒരു അനുകമ്പ ഒക്കെ നേടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം രാഷ്ട്രീയമാണല്ലോ, അവിടെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുമല്ലോ. തീർച്ചയായിട്ടും നജീബ് കാന്തപുരം തനിക്കെതിരെ വരുന്ന വിമർശനങ്ങളെ അത് ആയുധമാക്കി അത് തൻ്റെ എതിരാളികൾക്ക് നേരെ തിരിച്ചുവിടുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹം പുലർത്തുന്നത്. ഇവിടെ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിന്റെ ഒരു മറുപടിയായിട്ടാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. ഇവിടെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും ലീഗിൽ തന്നെ പരസ്പരം അംഗീകരിക്കാത്ത നേതാക്കൾ വരെ നജീബ് കാന്തപുരത്തിനെ ഒപ്പം നിർത്തുന്നു, അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്വീകാര്യതയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കടുത്ത വിമർശനവും കടന്നാക്രമണവും ഉണ്ടാകുമ്പോൾ നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുടെ ഇടയിൽ നജീബ് കാന്തപുരത്തിനോട് അവരുടെ സമീപനം മാറുന്നു. അവർ നജീബിനൊപ്പം നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം. മൂന്നാമതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, നജീബ് കാന്തപുരത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെയാണ്. അത്തരത്തിൽ കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും കുട്ടികൾ വഴി ഓരോ വീടുകളിലേക്കും തനിക്ക് എത്താനും കഴിയുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ അംഗനവാടി വർക്കർമാർ, അതുപോലെ തന്നെ ആശാ വർക്കർമാർ തുടങ്ങി ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന വിഭാഗത്തിലുള്ള
തൊഴിലിടങ്ങളിലുള്ളവരെ അദ്ദേഹം ഒപ്പം നിർത്തുകയും അവർക്ക് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു പദ്ധതി തയ്യാറാക്കി അത്തരത്തിൽ മറ്റൊരു തരത്തിൽ അദ്ദേഹം അവിടെ എല്ലാം നിലയുറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകൾ ഇത്തവണ UDF-നാകുമെന്ന് UDF ഉറപ്പിച്ചു പറയുന്നത് നജീബ് കാന്തപുരത്തിന്റെ ഈ പ്രവർത്തനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ. ഇതൊക്കെ അദ്ദേഹം വിജയിക്കുമെന്നല്ല പറയുന്നത്, പക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള പല ഘടകങ്ങളും ഉണ്ടാക്കാൻ ഈ പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ സാധിച്ചിട്ടുണ്ടെന്നാണ് UDF വിലയിരുത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തിന് ഇവിടെ ആരാകും സ്ഥാനാർത്ഥി എന്ന ചോദ്യം പ്രധാനമായിട്ടും ഉയരുന്നത്. അത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് എത്തുമോ, അങ്ങനെ ആരെങ്കിലും തയ്യാറായി വരുമോ, അതോ ഇവിടെ വീണ്ടും ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ ചിഹ്നത്തിൽ മുതിർന്ന നേതാക്കളോ അല്ലെങ്കിൽ ശ്യാമോ ഒക്കെ മത്സരിക്കാൻ വരുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള സംഭവവികാസങ്ങൾ വളരെ നിർണായകമാണ്. നിയമസഭയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് 8.25 അട്ടിവെച്ച പോലെ എന്ന പരാമർശമുണ്ടായത്. അത് നജീബ് കാന്തപുരത്തെ ഉദ്ദേശിച്ചാണ് എന്ന തരത്തിൽ വലിയ തോതിൽ വിമർശനമുയരുകയും അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നജീബ് കാന്തപുരത്തിന്റെ പേര് കുറേ ദിവസങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുകയും ചെയ്തുവെങ്കിൽ നജീബ് കാന്തപുരം പക്ഷേ മണ്ഡലത്തിൽ വലിയ സജീവമായി തന്നെ നിൽക്കുന്നു. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് നജീബ് കാന്തപുരം നടത്തുന്നത്. അത് വലിയ തോതിൽ വോട്ടായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് UDF വിലയിരുത്തുന്നത് എന്നാണ് ഇപ്പോൾ CV അനുമോദ് പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.